വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മാതാപിതാക്കളുടെ പേരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മാതാപിതാക്കളുടെ പേര് എന്താണ്? ഇത് വളരെ ഈസി അല്ലേ? ഇതിന് ആലോചിക്കണോ? ഉമ്മയുടെ പേരെന്താ? ഓക്കെ. വാപ്പാടെ പേര്? കറക്റ്റ് ആൻസറാ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഈസി അല്ലേ ഇത്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ ഇത്? പിന്നെ വെരി വെരി ഈസി. രണ്ടാമതും ഈസി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോവാം. പ്രീവിയസ് കോളറിന് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ ഇക്ക? ഇക്കാന്ന് വിളിക്കണം. 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സുള്ളൂ? 15 വർഷം മുമ്പ്. ഓക്കെ, ശരി. ഞങ്ങക്ക് 10 വയസ്സ് കുറച്ച് നാളുകൾ മുമ്പായിരുന്നു. ശരി, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പ്രീവിയസ് കോളർ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ? കേട്ടില്ല. ഞാൻ ചോദിക്കാം. ഏത് സൂറത്തിലാണ് പരദൂഷണക്കാരെ പറ്റി പറയുന്നത്? ഏത് സൂറത്തിലാണ് പരദൂഷണക്കാരെ പറ്റി പറയുന്നത്? ഒരു ഓപ്ഷൻ ഓൾറെഡി ഔട്ടായി, കാരണം ഒരാൾ ഓപ്ഷൻ ചൂസ് ചെയ്തിരുന്നു. അത് തെറ്റ് ആൻസർ ആയിരുന്നു. അപ്പൊ ഇപ്പൊ 2 ഓപ്ഷൻ ആണ് നിലവിലുള്ളത്. അതെ. അപ്പൊ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഒന്ന് സിൽസില, ഒന്ന് ഹുമസ. ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്? ഒന്നെടുത്തോ. അവിടെ ചോദിക്കണോ ഫ്രണ്ട്സിനോട്? സിസ്റ്ററോട് ചോദിക്കൂ. ഇപ്പൊ പറ. അയ്യോ, തെറ്റിപ്പോ. ട്രൈ ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് വരാൻ പറഞ്ഞാ മതിയേ. ഉറപ്പിച്ചിട്ട് പറഞ്ഞു ഒരു ആൻസർ. സമയം ടപ്പേ ടപ്പേ പോവാ. വേഗം. അയ്യോ, സമയം പോണോ? സമയം എനിക്കറിയില്ല. ഗസ്റ്റ് ചെയ്യാം. ഉറപ്പിച്ചല്ലോ. ഉറപ്പിച്ചു. തെറ്റിപ്പോയി. സിൽസില തെറ്റിപ്പോയി. അയ്യോ, ഒരു ചാൻസ് കൊടുത്ത. എനിക്ക് പ്രൈസ് വേണ്ട. നിങ്ങൾ സംസാരിക്കാൻ പോയി. കറക്റ്റ് ആക്കിയാ മതിയാ. എന്നാ കറക്റ്റ് ആൻസർ ബാക്കിയുള്ള ഓപ്ഷനാ. കറക്റ്റ് ആൻസർ ഹുമസയല്ലേ? ഓപ്ഷൻസ് തരാനൊന്നും ഇല്ല. എന്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ നാളെ വിളിച്ച് ട്രൈ ചെയ്യാലോ. ഞങ്ങളുടെ ഫേസ്ബുക്ക് കോൺടെസ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യ. വേഗം മറ്റേ ആൻസർ തപ്പി നോക്ക്. അള്ളാഹുടെ രണ്ടാമത്തെ വീടെന്ന് അറിയപ്പെടുന്നത് ഏത് പള്ളിയാണെന്ന്. ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ NTVയുടെ ലിങ്ക് facebook.com/myntv ഇതിൽ പോവാ. സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ എപ്പോഴും. ലെഫ്റ്റ് സൈഡ് കാണിക്കുന്നില്ലേ സ്ക്രീനില്? ഫേസ്ബുക്ക് ലിങ്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് പങ്കെടുക്കാം. ഓക്കെ, പറയുന്നത് ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ രണ്ടാമത്തെ വീട് എന്നറിയപ്പെടുന്നത് ഏത് പള്ളിയാണ്? എങ്ങനെ ആൻസർ കണ്ടെത്തുക? ആൻസർ കണ്ടെത്തിയിട്ട് NTVയുടെ ലിങ്കിൽ പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് ആൻസർ പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വീണ്ടും ട്രൈ ചെയ്യണേ. ഫേസ്ബുക്ക് കോൺടെസ്റ്റിന് മാത്രം പങ്കെടുക്കല്ല, ഇതിലും വിളിക്കണം. വിന്നറിന് കിട്ടുക ഐപാസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. വിളിക്കുന്ന നമ്പർ 05294623343. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതെ 3 കാരക്ക കഴിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കാരക്ക ഇല്ലെങ്കിൽ 3 ഇറക്ക വെള്ളം കുടിച്ചാലും അത് മതിയാവും. പിന്നെ സംസം വെള്ളത്തേക്കാൾ ഏറ്റവും ഉത്തമം കഴിക്കുന്നത് കാരക്ക തന്നെയാണ്. പക്ഷെ കാരക്ക ഇല്ലെങ്കിൽ വെള്ളത്തേക്കാൾ നല്ലതായി നോമ്പ് തുറക്കുന്ന വേറെ വസ്തുവൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, നോമ്പ് തുറക്കാൻ പറയുന്ന ദുവയാണ്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പറയേണ്ട ദുവ, അള്ളാഹു ഞാൻ അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് നോമ്പ് പിടിച്ചിരിക്കുന്നത്, ഞാൻ അള്ളാഹുയുടെ ഭക്ഷണം കൊണ്ട് തന്നെ നോമ്പ് കുറിക്കുന്നു. പിന്നെ സുറുമയിടാൻ ഉപേക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് ഹിലിയത്ത് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് നോമ്പുകാരൻ. പിന്നെ ഇതൊക്കെ ട്രൈ ചെയ്യുന്നൊക്കെ ഒരു കോളർ ഉണ്ട്. ഹലോ
ഹലോ ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു യു എക്സ്ചേഞ്ച് ഹദിയത്ത് റംദാൻ. താങ്ക് യു. ആരാ? സബീഹ. അബീഹ. സബീഹ. സബീഹ. സബീഹ എവിടുന്നാ? എവിടുന്നാ? ദുബായിന്ന്. ദുബായിന്ന്. ഏത് ക്ലാസ്സിലാ പഠിക്കണ സബീഹ? 5ല്. 5ല്. ഏത് സ്കൂള്? അവറോൺ ഇംഗ്ലീഷ് ഹൈ ദുബായ്. വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ? പൊളിച്ചു. ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കും? ഇപ്പൊ ആരാണ് അടുത്തുള്ളത് സഹായിക്കാൻ? ഉമ്മ. ഉമ്മയുടെ പേരെന്താ? സുഹറ. സുഹറ. ഓക്കെ, നല്ല പേരാണ്. നാട്ടിലെവിടെയാ മോള്? കുറ്റിപ്പുറം. കുറ്റിപ്പുറം. ഓക്കെ. അപ്പൊ പ്രോഗ്രാം കാണാറുണ്ടോ മോള്? കാണാൻ ഇഷ്ടപ്പെട്ടോ ഞങ്ങളെ? ഇഷ്ടപ്പെട്ടു. അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. അതെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം കേട്ടോളൂ. നബിക്ക് വഹിയെ എത്തിച്ചു കൊടുത്ത മലക്കിന്റെ പേരെന്താണ്? ഒന്നുകൂടി പറയോ? നബിക്ക് വഹിയെ എത്തിച്ചു കൊടുത്ത മലക്കിന്റെ പേരെന്താണ്? ജിബ്രീൽ. അതെ, ജിബ്രീൽ. കറക്റ്റ് ആൻസർ ആണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ്. താങ്ക് യു. അതാരാണ് പുറയില് ബാക്ക്ഗ്രൗണ്ട് ചിയർ ചെയ്ത് തരുന്നത്? ഉമ്മ. എല്ലാവരും വാവ കരയുന്നുണ്ടല്ലോ. അനിയനോ അനിയത്തിയോ? അനീതി. അനിയത്തിയുടെ പേരെന്താ? എന്താ? സായിബ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ആദ്യം വിവാഹം കഴിച്ചത്? കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. വെൽക്കം. ഉമ്മയില്ല എവിടെ? ഉമ്മയില്ല എവിടെ? ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൂറ യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ അള്ളാഹു എത്ര പ്രാവശ്യം ഖുർആൻ ഓതിയ ഗുണമാണ് നമുക്ക് തരുന്നത്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് തരാം. ആദ്യത്തെ ഓപ്ഷൻ 10, രണ്ടാമത്തെ ഓപ്ഷൻ 70, മൂന്നാമത്തെ ഓപ്ഷൻ 3, നാലാമത്തെ ഓപ്ഷൻ 40. 40 ആണോ? ഉമ്മാടുത്ത് ചോദിച്ചോ? 40 ആണ് പറഞ്ഞു തന്നത്. തെറ്റിപ്പോയല്ലോ മോനു. മോളെ വീണ്ടും വിളിക്കണം. വിളിക്കാം. കൂടാതെ ഫേസ്ബുക്ക് കോൺടെസ്റ്റിലും പങ്കെടുക്കണം. ഓക്കെ? ആ ക്വസ്റ്റ്യൻ കേട്ടോളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ കോളിംഗ്. ഉമ്മാടുത്ത് ഒരു സലാം പറഞ്ഞേരും ഞങ്ങളുടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ, അപ്പൊ നമ്മുടെ യു എക്സ്ചേഞ്ച് ഹദിയത്ത് റംദാനിൽ നമുക്കൊരു ബ്രേക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. You really wonder what's going to happen next. Listen, I plan to gift you a Nissan Petrol. I also plan to gift you a diamond necklace. Wow. UAE Exchange Money Majlis. Transact at any of the UAE Exchange branches in the UAE. Win mega prize Nissan Petrol. Second prize National Bonds worth 50,000 dirhams. Win a diamond necklace daily. Supported by UBL Pakistan, BNI, IDBI, South Indian Bank, Himalayan Bank, Sampath Bank and National Bonds. So you two have sent money, right? Scare the demons, light up your life. Team, tomorrow's technology today. Ayyappa's Textiles. ഗാർമെന്റ്സ്, എത്നിക് വെയർ, കാഷ്വൽ, സാരികൾ, ചുരിദാറുകൾ, ലാച്ച തുടങ്ങി കുടുംബത്തിനാവശ്യമായ ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും ടൈലറിംഗ് സൗകര്യവും. Ayyappa's Textiles, Bardubai and Rola Sharjah. വെൽക്കം ബാക്ക് ടു യു എക്സ്ചേഞ്ച് ഹദിയത്ത് റമദാൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വിളിച്ച കോളർ അബീഹ ആയിരുന്നു. സബീഹ ആയിരുന്നു. സാരല്ല സബീഹ, വീണ്ടും ട്രൈ ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് വരെ ആൻസർ ചെയ്തു. അപ്പോ
അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് കോൺടാക്ട്സിനെ കുറിച്ച് അറിയാലോ. എല്ലാവരും പങ്കെടുക്കുക. facebook.com/myntv എന്ന ലിങ്കിൽ പോയിട്ട് ആ പേജ് ലൈക്ക് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ പോസ്റ്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രണ്ടാമത്തെ വീട് എന്നറിയപ്പെടുന്നത് ഏത് പള്ളിയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. ഹലോ, വെൽക്കം ടു യു എക്സ്ചേഞ്ച്. ഹാദിയത് റമദാൻ. താങ്ക് യു. ആരാണ്? ഞാൻ ജാബിർ അബുദാബിന്നാണ്. ജാബിർ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇത്ര നാളത്തെ നോമ്പ്? നോമ്പ് എങ്ങനെയുണ്ടായിരുന്നു? 15 നോമ്പ് കഴിഞ്ഞില്ലേ? 15 നോമ്പ് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. ചൂടാണ്. വർക്കിംഗ് ടൈം അപ്പൊ കുറച്ച് കിട്ടിയില്ലേ? ഇല്ല, അല്ല, നമുക്ക് ഡ്യൂട്ടി ടൈം കൂടിയിരിക്കാണ്. കൂടിയോ? അതെങ്ങനെ? നമ്മൾ ഡ്രൈവർമാരായപ്പോ ട്രിപ്പുകളുടെ എണ്ണം കൂടി. മറ്റേ ഡ്യൂട്ടിക്ക് ടൈം വ്യത്യാസം വന്നപ്പോൾ. നാട്ടിലെവിടെയാണ്? നാട്ടില് മലപ്പുറം, തിരൂര്. മലപ്പുറം. അപ്പൊ ആരൊക്കെ ഇപ്പൊ കൂടെ ഉള്ളത് ഹെൽപ്പ് ചെയ്യാൻ? അപ്പോ ഞങ്ങള് ക്വിസിലേക്ക് കടക്കട്ടെ? ആദ്യത്തെ ചോദ്യം കേട്ടോളൂ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചത് എത്രാം വയസ്സിലാണ്? മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചത് എത്രാം വയസ്സിലാണ്? എന്തോ? കറക്റ്റ് ആൻസർ ആണ്. ഹലോ, ഫ്രണ്ട്സ് എല്ലാരും സൈലന്റ് ആയിട്ടല്ലേ സപ്പോർട്ട് ചെയ്യുന്നേ? ഫ്രണ്ട്സ് എല്ലാരും സൈലന്റ് ആയിട്ടിരുന്നല്ലേ സപ്പോർട്ട് ചെയ്യുന്നേ? ഫ്രണ്ട്സ് എല്ലാം അതുകൊണ്ടാണ് ബഹളം കേൾക്കാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരാള് മരണപ്പെട്ടതിന് ശേഷം പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനും ഇടയിലുള്ള ജീവിതത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ചോദിക്കാം. ഒരാള് മരണപ്പെട്ടതിന് ശേഷം പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനും ഇടയിലുള്ള ജീവിതത്തെയും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വേഗം പറഞ്ഞു ആൻസർ. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, ക്ലൂ തരാം. ബി വെച്ചാ തുടങ്ങുന്നത്. ബി ആൽഫബറ്റിലെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ബി ഇല്ലേ? ബി വെച്ചിട്ട്, ബി ഫോർ ബോൾ. ആ ബി വെച്ചിട്ടാണ് ഈ വാക്ക് തുടങ്ങുന്നത്. എന്താ പറഞ്ഞേ? എന്താ? അല്ല, ബാ വെച്ച് തുടങ്ങുന്ന വാക്കാണ്. അല്ല, കറക്റ്റ് ആൻസർ അല്ല അത്. ബാ വെച്ചാണ് തുടങ്ങുന്നത്, കാ വെച്ച് അവസാനിക്കും. കാ വെച്ചാണ് അവസാനിക്കുന്നത്, തുടങ്ങുന്നത് ബാ വെച്ചും. നീ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോ. മുഖത്തിലെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരാള് മരണപ്പെട്ടതിന് ശേഷം പരലോകത്തേക്ക് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതിനും ഇടയിലുമുള്ള ജീവിതത്തിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബാ വെച്ച് തുടങ്ങും, ഖ വെച്ച് അവസാനിക്കും. വേഗം ആയിക്കോട്ടെ കേട്ടോ, 15 സെക്കൻഡ്സ് ഉള്ളൂ ടൈം. അതൊന്ന് എഴുതി നോക്കിയേ. ബായും കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് ഖ എഴുതി നോക്കിയേ, അപ്പൊ ആൻസർ താനേ കിട്ടും. വേറെ ക്ലൂ, ഏറ്റവും നല്ല ക്ലൂ അല്ലേ തന്നത്? ഇനി എന്താ ക്ലൂ കൊടുക്ക? സാരമില്ല, വീണ്ടും വിളിക്കൂ. എന്താ? അല്ല, ഒരു വാക്കാ ഇത്. ഈ ഒരു വാക്കിൽ അറിയപ്പെടുന്നത്. സാരമില്ല, വീണ്ടും വിളിക്കൂ കേട്ടോ. പിന്നെ ഞങ്ങളുടെ കോൺടെസ്റ്റിലും പങ്കെടുക്കാൻ നോക്കുക, ഫേസ്ബുക്കിലുള്ള കോൺടെസ്റ്റില്. ഓക്കെ, വീണ്ടും ട്രൈ ചെയ്യുക. വിഷമിക്കരുത്, നാളെ വിളിക്കുക. ചിലപ്പോ 4 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നാളെ തരും. കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കാം നാളെ. ഓക്കെ, അസ്സലാമു അലൈക്കും.